ഒരുപാട് സന്തോഷം. അത് തിയേറ്ററിൽ തന്നെ ജനങ്ങൾ വന്ന് കാണുക, ആസ്വദിക്കുക. ഞാനും ആദ്യമായിട്ടാണ് തിയേറ്ററിൽ ഫുൾ ലെങ്ത് പടം ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ ഇവർ കാണിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു പടം ഒരു സാധാരണ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ആസ്വദിച്ച് കണ്ട സിനിമയാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ഈ ഉന്മാദത്തിൻ്റെ പേരിൽ ശരിക്കും എൻ്റെ വ്യക്തിപരമായ പേരുണ്ട്. ഇതാണ് ഡയറക്ടർ, ഇതാണ് എൻ്റെ ആൾ. അപ്പോൾ പുള്ളിയോട് ഞാൻ ആദ്യം നന്ദി പറയാണ്. ഒരു നല്ല സിനിമ, നല്ല കഥാപാത്രങ്ങളും തന്നതിന്. സോ താങ്ക് യു. പ്ലീസ് ചാവച്ച് നോക്കിയേ ആ സൈഡിലോട്ട്. ഓക്കെ, അടുത്ത സ്ക്രീനിൻ്റെ എൻട്രി ചോട്ടാ നോക്കണം. കൊച്ചിൻ്റെ സ്മോളിങ് ഇറങ്ങി എന്തോ ആദ്യം തന്നെ ബാക്ക് ടു ബാക്ക് അല്ല എന്നാണ് ആദ്യം പറയേണ്ടത്. പക്ഷേ ഇതുവരെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും ഒരു വ്യത്യസ്ത അവകാശപ്പെടാവുന്ന സിനിമയാണ്. ഞാനത് ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ഇപ്പോൾ ഈ തിയേറ്ററിൽ വന്ന ഒരു സാധാരണ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ സിനിമ ഒരു ടോട്ടാലിറ്റിയിലും എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. കാരണം സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് നമ്മൾ തിയേറ്ററിൽ വന്ന് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്, ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ അത് ഒരു സാധാരണ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, എൻ്റർടൈൻഡ് ആയിരുന്നു. അതേ രീതിയിൽ തന്നെ എല്ലാവർക്കും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക. ഇത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കും. അത് വെറും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, അതിനപ്പുറമുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ചിന്തകളെയും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചിന്തകളെയും ഭാവനകളെയും. അതുകൊണ്ട് തന്നെയാണ് ഉന്മാദം എന്നുള്ള പേര് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു സാധാരണ പോലീസ് സിനിമയ്ക്ക് ചേരുന്ന പേരല്ല ഉന്മാദം. അതെന്തുകൊണ്ടാണ് ആ ഉന്മാദം എന്നുള്ള പേര് ഈ സിനിമയ്ക്ക് ചേരുന്നതെന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുതിയ ആർട്ടിസ്റ്റുകളുള്ള ഒരു പടം കൂടിയാണല്ലോ ഇതിനകത്ത്. കുറേ അതെ ഇവരൊക്കെ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ, എൻ്റെ 2 ചോട്ടാസാണ്. എങ്ങനെയാണ് പടം? ഇഷ്ടപ്പെട്ടോ? വെള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനുപരി ഞാൻ പറഞ്ഞില്ല, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയാണ്. സാധാരണ ഷാഗി സിനിമകൾ നമ്മൾ ഭയങ്കര ഡാർക്ക് എന്ന് മുദ്ര കുത്തുന്ന ഒരു അവസരത്തിൽ അങ്ങനെ അല്ലാത്തൊരു സിനിമ ഡാർക്കായിട്ട് തോന്നിപ്പിക്കുന്നു. പക്ഷേ അതിനുപരി വേറൊരു രീതിയിൽ എൻലൈറ്റൻ ചെയ്യുന്നൊരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ളൊരു ഫിനിഷ് ചെയ്യുന്ന ഒരു ക്ലോഷറുണ്ട്. അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് പുതുമുഖ സംവിധായകൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കിരൺ ദാസിന് സാധിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് ഷാഹിയോടും കിരണിനോടുമാണ്. കാരണം ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് സാധിച്ചു, എൻ്റർടൈൻഡ് ആവാനായിട്ട് സാധിച്ചു. 2 രീതിയിലും എൻ്റർടൈൻ ചെയ്യിക്കാനും, ഒരു നടൻ എന്നുള്ള രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാനും, ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എൻ്റർടൈൻഡ് ആവാനും സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയിൽ നിന്നുള്ള എൻ്റെ ഒരു ടേക്ക് അവേ.